എൻ്റെ മോള് 4ാം ക്ലാസ് പഠിക്കുന്ന മോള് പുതിയൊരു ബിസിനസ് തുടങ്ങി. ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയാണ്, എന്നാലും നമ്മളിപ്പം പണ്ടത്തെ പോലെ കുട്ടികളൊക്കെ ഇപ്പോൾ പുതിയ ബിസിനസ്സും സംരംഭങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണ് വളരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയതല്ലേ, അപ്പോൾ അവളൊരു മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചപ്പോഴാണ് ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത്. എന്തായാലും അത് കൊടുക്കാം. അപ്പം മോൾ എന്താണ് ബിസിനസ് എന്നുള്ളത് അവൾ തന്നെ പറയട്ടെ. അപ്പോൾ അവളോട് നമുക്ക് ചോദിക്കാം എന്താണ് അവൾ ചെയ്യുന്ന ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ മോളുടെ ബിസിനസ് പരിപാടികൾ. എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് തന്നെ അറിയില്ല, കുറേ എന്തെല്ലാം പേരൊക്കെ ഉണ്ട്. പറ, എന്താണ് നിൻ്റെ ബിസിനസ്സിൻ്റെ പേര്? സിദ്രാസ് ഫാൻസിയാ. വേറെ എന്തൊന്നും കൂടി ഇപ്പോൾ പേരുണ്ടല്ലോ, അതെന്ത്? എസ്തറ്റിക് കിറ്റ്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പേരുകളാണ് ഈ ന്യൂ ജനറേഷൻ്റെ ഓരോരോ പേരുകളാണ്. അപ്പോൾ സിദ്രാസ് ഫാൻസിയിൽ കുറേ ഐറ്റംസൊക്കെ അവൾ ഉണ്ടാക്കുന്നത്. അവൾ തന്നെ കുറേ മാലയും വളയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അവൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. നീ ഉണ്ടാക്കിയല്ലേ മാലയും ഇതൊക്കെയല്ലേ നീ ഉണ്ടാക്കുന്നത്? ഇതാണ് അവളെ ബിസിനസ്. ഇവർക്ക് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഒരു ബുക്കാണ്. ഇതാണ് നമ്മുടെ ബുക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഖാദർ സാറിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വായിച്ചു. പിന്നെ ഇവൾ ഇതിങ്ങനെ ബിസിനസ് തുടങ്ങിയെന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് ഇവർക്ക് ഈ ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ബുക്ക് കൊടുക്കാൻ കാരണം പിന്നെ ഇതിലെ പേജുകളൊക്കെ, അതായത് ഈ ഓരോന്നും ചെറിയ ചെറിയ പേജുകളാണ്. അതായത് ഇപ്പം എൻ്റെ 4ാം ക്ലാസ് പഠിക്കുന്ന മോക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ 1-2 പേജ് മാത്രമേ ഓരോ ചാപ്റ്റേഴ്സുള്ളൂ. എൻ്റെ കയ്യിൽ കുറേ ബിസിനസ് ബുക്ക് വേറെ ഉണ്ട്, പക്ഷെ അത് എന്ന് പറയുന്നത് സീരീസ് ഓഫ് ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണം. അങ്ങനെ ഒരു കുട്ടികൾക്കൊന്നും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള ബുക്കല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുള്ള ആളുകൾക്ക്, ഇപ്പം ഇതൊരു 4 വയസ്സുള്ള കുട്ടി വായിച്ചാലും അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടി വായിച്ചാലും 50 വയസ്സുള്ള ആൾ വായിച്ചാലും അവരവരെ അന്നത്തെ സ്റ്റേജ് എന്താണോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഇതിൽ ഒരുപാട് ആശയങ്ങൾ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഖാദർ അടിപൊളി ബുക്കാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ നമ്പർ ഇതിലൂടെ ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ ഈ ബുക്ക് റിവ്യൂ അതുപോലെ തന്നെ എൻ്റെ മോക്കൊരു ഗിഫ്റ്റും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ എനിക്ക് ബുക്ക് വായിക്കണുണ്ടോ ഫുള്ള്? അവൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, അപ്പം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ കൊടുക്കാം.